ആഫ്റ്റർ 3 days അഗെയിൻ ആ ഒരു പ്രോബ്ലം വീണ്ടും തുടങ്ങി. സോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുണ്ട് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇതിൽ GTT ടെക്നോളജി പറഞ്ഞൊരു മോഡ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GTT ടെക്നോളജി വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ സോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, സോ ഗൈസ് ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യുന്ന സ്ഥലം. നല്ല അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ബാംബു ട്രീസ് ഉണ്ട്, ട്രീസിൻ്റെ ഇലകൾ താഴെ കിടക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് കേട്ടോ, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഇതാണ് സ്ഥലം. ലുക്ക് അറ്റ് ദാറ്റ്. അടിപൊളിയല്ലേ? വ്ളോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം. സോ ഇതൊരു പന. സോ വാട്ട്സ്ആപ്പ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് റിവ്യൂ, സർവീസ്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചില ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസറും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് 1-2 ഡൗട്ട്സ് ഈ ബൈക്കിനെ കുറിച്ച് ഉണ്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബൈക്കിൽ പറയാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ എൻ്റെ ഡൗട്ട് ഞാൻ പറയാം. എനിക്ക് വരുന്ന ഡൗട്ട് എന്താ വെച്ചാൽ, ഇത് വന്നിട്ട് സിംഗിൾ ചാനൽ ABS ആണ്. റെയിൻ മോഡ് വരുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ. ഓക്കെ, ഈ ബൈക്കിൽ റെയിൻ മോഡ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ABSൻ്റെ ഇൻട്രൂഷൻ കുറേയും കൂടെ ബെറ്റർ ആണ് എന്നാണ് പറയുന്നത്. അത് ഞാൻ കേട്ടത് ലൈക്ക് ഡ്യുവൽ ചാനൽ ABS ബൈക്സിൻ്റെ കാര്യമാണ് ഞാൻ പൊതുവേ കേട്ടിരിക്കുന്നത്. പക്ഷെ അത് ഈ ഒരു ബൈക്കിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ള കാര്യം അതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. ഓക്കെ, അതായത് ഇത് സിംഗിൾ ചാനൽ ABS ആണ്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഈ റെയിൻ മോഡിലിടുന്ന സമയത്ത് ബാക്ക് ബൈറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഓർ ലൈക്ക് ഫ്രണ്ടിൽ മാത്രമാണോ വ്യത്യാസം? എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ലൈക്ക് ഞാൻ റെയിൻ മോഡിലിട്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട്. പക്ഷേ ദി തിങ് ഈസ് ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു ലൈക്ക് ഒരു ബൈറ്റിംഗ്, ഒരു ഹ്യൂജ് ഡിഫറൻസ് എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ 3 മോഡ്സ് വരുന്നുണ്ട്, റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. സ്പോർട്സ് മോഡിലിടുന്ന സമയത്ത് കുറേയും കൂടെ ഒരു ബെറ്റർ റിഫൈൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്പോർട്സ് മോഡിലിടുന്ന സമയത്ത്. പക്ഷേ അർബണിലും റെയിൻ മോഡിലും എനിക്കങ്ങനെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് റെയിൻ മോഡും അർബൺ മോഡും സ്പോർട്സ് മോഡും കൈൻഡ് ഓഫ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, മോർ ഓർ ലെസ് സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഈ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ഈ ഒരു കാര്യം. പിന്നെ വേറെന്താ എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്രേക്കിംഗ് അത്യാവശ്യം ഓക്കെയാണ്, പ്രോഗ്രസീവായിട്ടുള്ളൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ GTT ടെക്നോളജി എന്ന് പറഞ്ഞൊരു സംഭവം TVS ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നല്ല ട്രാഫിക് വരുന്ന ടൈമിലൊക്കെ, ഫോർ എക്സാമ്പിൾ ട്രാഫിക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. GTT എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നാണ് TVS ഇതിനെ പറയുന്നത്. ഗ്ലൈഡ് ത്രൂ ട്രാഫിക് അങ്ങനെ എന്തോ ആണ് GTT ടെക്നോളജി. യെസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് മെല്ലെ സ്ലോ ആയിട്ടൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് മൂവ് ആവുന്നതായിരിക്കും. അതാണ് GTT. അപ്പോൾ നമുക്ക് ത്രോട്ടിൽ വല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല, റേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് GTTൻ്റെ ടെക്നോളജീൻ്റെ സംഭവം എന്താ എന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് മാത്രം വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ബൈക്കിൻ്റെ റൈഡിങ് എർഗണോമിക്സ് ഞാനത് പറഞ്ഞില്ല അല്ലേ? യെസ്, റൈഡിങ് എർഗണോമിക്സ് എന്ന് പറയുന്നത് ഇത്തിരി സ്പോർട്ടി ഫീലാണ്. അതായത് ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ്. ഇതാണ് ലൈക്ക് നോർമലി ഒരു ബൈക്കിൻ്റെ ഒരു റോയൽ എൻഫീൽഡിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് ലീൻ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു റൈഡിങ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തിരി
ഒന്ന് സ്പോർട്ടിയാണ് ഈ ഒരു ബൈക്ക്. ഇത്തിരി സ്പോർട്ടിയാണ്, അറ്റ് ദി സെയിം ടൈം ഇത്തിരി വെയിറ്റ് ഉണ്ട്. 149-150 kg അറൗണ്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഞാൻ അന്ന് എടുത്ത സമയത്ത് അറൗണ്ട് 1.40 lakhs ആയിരുന്നു എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ എത്ര രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. യു ക്യാൻ ജസ്റ്റ് വിസിറ്റ് ദി TVS ഷോറൂം. ഓക്കെ, then they will provide the exact details, everything, or you can just Google it. Okay, back to our topic, GTT technology. GTT technology എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് ദി വെഹിക്കിൾ. ഒരു ലോറി വരുന്നുണ്ടല്ലോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത്. വൺ സെക്കൻഡ്. ഓക്കെ, ബാക്ക് ടു ദി GTT ടെക്നോളജി. GTT ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇൻ ട്രാഫിക് കണ്ടീഷൻസ്, നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് മെനൂവർ ചെയ്യാൻ കുറേ കൂടി ഈസി ആയിരിക്കും. ലൈക്ക് ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ത്രോട്ടിൽ ട്വിസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വിത്തൗട്ട് ട്വിസ്റ്റിംഗ് ദി ത്രോട്ടിൽ നമുക്ക് ക്ലച്ചിൽ തന്നെ ബൈക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് GTT ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് സ്ലോ സ്പീഡിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് അപ് ടു 18 km/h നമുക്ക് വിത്തൗട്ട് യൂസിങ് ദി ആക്സിലറേറ്റർ ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ GTT ടെക്നോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ടു സ്റ്റാർട്ട് ദി വെഹിക്കിൾ ഫസ്റ്റ്. ഓക്കെ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഞാനിപ്പോൾ ക്ലച്ച് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാണ്. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ബൈക്ക് മൂവ് ആവും. വിത്തൗട്ട് യൂസിങ് ദി പെഡൽ, വിത്തൗട്ട് യൂസിങ് ദി പെഡൽ ഇറ്റ് വിൽ മൂവ്. ഓക്കെ, വിത്തൗട്ട് യൂസിങ് ദി പെഡൽ ഇറ്റ് വിൽ മൂവ്. ഇതാണ് GTT ടെക്നോളജി. ഇത് പിന്നെ സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയറിലും അത്യാവശ്യം സ്പീഡുണ്ട്. അപ് ടു 9 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ഗിയർ ഇട്ടു. Without using the accelerator, the bike is moving. This is what is called the GTT technology. Okay? Okay. Let's U-turn the vehicle now. Let's U-turn. Beautiful place, you know. So, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എനിക്ക് പറയാനുണ്ട് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇതിൽ GTT ടെക്നോളജി പറഞ്ഞൊരു മോഡ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GTT ടെക്നോളജി വിത്ത് സ്ലോ മൂവിങ് ട്രാഫിക്കിൽ നമുക്ക് വിത്തൗട്ട് ട്വിസ്റ്റിംഗ് ദി ആക്സിലറേറ്റർ വി ക്യാൻ മൂവ് ദി വെഹിക്കിൾ വിത്ത് ദി ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമുക്ക് ബൈക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവമാണ് GTT ടെക്നോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ 3 മോഡ്സ്. റെയിൻ മോഡിലും അർബൻ മോഡിലും അതേപോലെ തന്നെ സ്പോർട്സ് മോഡിലും GTT ടെക്നോളജി വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ വൺ മോഡ്. അതായത് റെയിൻ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അങ്ങനെയില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ 3 മോഡ്സ്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ഗൈസ്. അബൌട്ട് ദി സർവീസ് എക്സ്പീരിയൻസ് ആൻഡ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ അബൌട്ട് ദി സർവീസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സർവീസ് ടൈമിംഗ് എപ്പോഴാണെന്ന് വെച്ചാൽ വൺസ് ഇൻ 4 months അല്ലെങ്കിൽ എവറി 3500 km ആണ് ഇതിൻ്റെ സർവീസ് ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ റെഗുലർ ബേസിസിൽ ചെയ്യണം. പ്രോപ്പർ സർവീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബൈക്കിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ പീരിയോഡിക് സർവീസ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലൈക്ക് എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, പെട്രോൾ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മാറി തരുന്നതായിരിക്കും. അത് ഫ്രീ സർവീസിലാണ്. ഫ്രീ സർവീസ് വരുന്നുണ്ട്. 5 ഫ്രീ സർവീസാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെയ്ഡ് സർവീസ് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ പെയ്ഡ് സർവീസാണ്. പെയ്ഡ് സർവീസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വരുന്നത് അറൗണ്ട് 1500
1700 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് എക്സ്പെൻസ് വരുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ, വലിയ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇറ്റ് ഈസ് ഓക്കെ, അഫോർഡബിൾ ആണ്. ഓക്കെ, പിന്നെ എനിക്ക് സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് എൻജിൻ വൈസ് ഞാൻ സർട്ടൻ കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ചില മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് എനിക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് കവർ ചെയ്തത് 11,400 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 11,500 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 11,500 കിലോമീറ്റേഴ്സിൽ ചില പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് എൻജിൻ ബൈക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ബൈക്കിൻ്റെ RPM കയറി ഇറങ്ങി. അതായത് ആദ്യം നമ്മൾ മോർണിംഗ് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇതിൻ്റെ RPM ഭയങ്കര ഹൈ ആയിരിക്കും, പിന്നെ കുറയും, പിന്നെ വീണ്ടും കൂടും, വീണ്ടും കുറയും. അങ്ങനത്തെ ഒരു സീനായിരുന്നു. പക്ഷെ വീണ്ടും ആ ഒരു പ്രോബ്ലം കാണിച്ചു. അഗെയിൻ ആഫ്റ്റർ 2 days ഓഫ് യൂസിങ് അഗെയിൻ ആ ഒരു പ്രോബ്ലം വീണ്ടും കാണിച്ചു. പിന്നെ വീണ്ടും സർവീസിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്ലഗ്, പിന്നെ അതേപോലെ തന്നെ പ്ലഗ് അഴിച്ച്, സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലോ, അതഴിച്ച് ക്ലീൻ ചെയ്തു റെഡിയാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ അഗെയിൻ ആ ഒരു പ്രോബ്ലം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ പിന്നെ കുറച്ച് ലൈക്ക് അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് ശരിയാവും. എത്ര വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഷോറൂം ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? നമുക്കാണെങ്കിൽ തീരെ സമയമില്ല. ഈ സമയമില്ലാത്തവിടെ ആണ് നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ശരി, കുഴപ്പമൊന്നുമില്ല, അത് പോട്ടെ, ഇറ്റ്സ് ഓക്കെ, അത് വലിയ പ്രശ്നമില്ല, കാര്യമാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ആ ഒരു പ്രോബ്ലം സോൾവ്ഡ് ആയിട്ടോ. പിന്നെ ആ ഒരു പ്രോബ്ലം വന്നില്ല, ഞാൻ സമാധാനിച്ചു. പിന്നെ ആഫ്റ്റർ ലോങ് ടൈം ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് ചെയ്തപ്പോൾ സർവീസ് കഴിഞ്ഞ് വന്നു. ആഫ്റ്റർ 2 days അല്ലെങ്കിൽ ഒരു 3 days നമുക്ക് വയ്ക്കാം. ആഫ്റ്റർ 3 days അഗെയിൻ ആ ഒരു പ്രോബ്ലം വീണ്ടും തുടങ്ങി. ഇപ്പോഴുണ്ട്. ഇപ്പോൾ പ്രോബ്ലം ഇല്ല, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പ്രോബ്ലം വരുന്നില്ല. കാരണം ഇത് കുറേ ഓടിയതാണ്. ഇതിപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്ന വഴിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ആ സമയത്ത് പ്രോബ്ലം ഇല്ല. ഇപ്പോൾ എൻജിൻ കുറേ കൂടി ഹീറ്റായല്ലോ, അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും TVS റെഡിയാക്കി തരണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇന്ന് TVS കോൾ വന്നിട്ടുണ്ടായിരുന്നു. സർവീസ് കഴിഞ്ഞതല്ലേ, എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ സാർ എന്ന് ചോദിച്ചിട്ട് അവർ വിളിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഐ അപ്രീഷിയേറ്റ് ദം. ഞാൻ കാര്യം പറഞ്ഞു അവരോട്, ലൈക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവർ കൊണ്ടുവന്നോളൂ, സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ഞാൻ എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ സർവീസിന് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, മാറിയോ, ആ ഒരു പ്രോബ്ലം ഫിക്സ് ആയോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെന്ന് പറയുന്നത്. മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോബ്ലം എനിക്ക് വന്നു, പക്ഷെ അത് ബൈക്കൊന്ന് ഓടിക്കഴിഞ്ഞാൽ അത് ശരിയാവും. ബൈക്കൊന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ്ഡ് ആണ്. പക്ഷേ എഗെയിൻ ആ ഒരു പ്രോബ്ലം മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന് സർവീസ് ചെയ്ത് ശരിയാക്കി തരണം. ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി. പിന്നെ അതേപോലെ ഈ പ്രോബ്ലം സോൾവ് ആയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഞാൻ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 2-3 days അല്ലെങ്കിൽ ഒരു 4 days ഞാൻ ബൈക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇൻ കേസ് സോൾവ് ആയില്ലെങ്കിൽ പ്ലീസ് ഡിയർ സബ്സ്ക്രൈബേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ഫോർ സോൾവിങ് ദിസ് പ്രോബ്ലം. എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് സോൾവ് ചെയ്ത് തരാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കും. നിങ്ങൾക്കറിയാവുന്ന നിയറസ്റ്റ് ബെറ്റർ ഷോറൂം അല്ലെങ്കിൽ ഇത് സർവീസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ മീ ഫോർ ദി നെക്സ്റ്റ് സർവീസ് ആൻഡ് ഓൾ. സോ ബൈക്ക് എപ്പോഴും പ്രോപ്പറായിരിക്കണം, അതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. അതായത് നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബൈക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രോബ്ലംസ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാനത് പറയാം. ഇതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്, അതിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ അതിനെ വെച്ചിട്ട് ഒരു വീഡിയോ ഇഫ് പോസിബിൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ കേസ് ദി പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ
you subscribers, please help me out for solving this problem. Okay. സോ ഈ ബൈക്ക് ടോട്ടലി 11,500 കിലോമീറ്റേഴ്സിനടുത്ത് ക്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ഇതിൽ ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ചില പ്രോബ്ലംസ്, മിസ്സിങ് പ്രോബ്ലംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൽ വന്ന മേജറായിട്ടുള്ളൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈലൻസറിന് സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കിലി 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 സൗണ്ട് വരുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത്, റേസ് ചെയ്യുന്ന സമയത്തൊക്കെ സൈലൻസറിന് ഒരു സൗണ്ട്, പർട്ടിക്കുലർ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു, സർവീസിൽ പറഞ്ഞ സമയത്ത് അവർ അത് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെറ്റും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അവർ ടൈറ്റ് ചെയ്തിട്ട് അവർ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഗെയിൻ ആ ഒരു പ്രോബ്ലം വീണ്ടും കാണിക്കുന്നുണ്ട്. അത് അഗെയിൻ ഐ ഹാവ് ടു ഫിക്സ് ദാറ്റ്. പക്ഷേ അത് അത്ര വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഹെൽമെറ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്കറിയില്ല, സൗണ്ട് കേൾക്കില്ല. ഹെൽമെറ്റ് വെക്കാതെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു പ്രോബ്ലം സൗണ്ട് കേൾക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ആദ്യം കരുതിയത് ചെയിൻ നോയ്സ് ആണോ എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ ചെയിൻ നോയ്സ് അല്ല, ചെയിൻ നോയ്സ് ചെറുതായിട്ടുണ്ട്, സ്ലൈറ്റ് ചെയിൻ നോയ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. അതിപ്പോൾ വരുന്നുണ്ടോ എന്ന് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചെറുതായിട്ട് സൗണ്ട് വരുന്നുണ്ട്. ആ ഒരു സൗണ്ടും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് എനിക്ക് നോക്കണം. ഐ ഹാവ് ടു സീ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സർവീസ് എക്സ്പീരിയൻസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് എവറിത്തിങ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് മൈലേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈലേജിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഞാൻ പറയാം, എനിക്ക് അപ്രോക്സിമേറ്റ്ലി 35 to 40 കിലോമീറ്റേഴ്സ് ടു ദി ലിറ്ററാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. അത് ഹൈവേസിലും സിറ്റിയിലും കൂടെ കൂടിയിട്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു മൈലേജ്. സിറ്റിയിൽ എങ്ങനെയും ഒരു 35, 36 ആ റേഞ്ചിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂരൊക്കെ ഞാൻ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ബൈക്ക് നല്ല റിഫൈൻഡ് ആണ്, ലോങ് ഡ്രൈവിന് പറ്റും. പിന്നെ എനിക്ക് ഇതിലങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലംസ് എനിക്ക് വന്നിട്ടില്ല. എനിക്കങ്ങനെ ഷോൾഡർ പെയിനോ അങ്ങനെയുള്ള സംഭവങ്ങളും പെയിനൊന്നും എനിക്ക് വന്നിട്ടില്ല. വേറെ ബൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പെയിനൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഷോൾഡർ പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബൈക്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പാർട്ട് ഫ്രം ദി സർവീസ് ഇഷ്യൂസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. ഈ സർവീസിൻ്റെ ഒരു പ്രോബ്ലം മാത്രമാണ് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ കുഴപ്പമില്ല, അവർ ചെയ്യുന്നുണ്ട്, ദേ ആർ സപ്പോർട്ടിങ് മീ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് നോട്ട് മെറ്റൽ പാർട്സ്, ഇത് വന്നിട്ട് ഫൈബർ പാർട്സാണ് വരുന്നത്. ഇതിലെവിടെയും നിങ്ങൾക്ക് മെറ്റലിൻ്റെ ഒരംശം പോലും കാണാൻ സാധിക്കില്ല. ഇത് ഫുൾ ഫൈബർ പാർട്സാണ് വരുന്നത്. സോ അതൊരു ഡ്രോബാക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ലാക്സ് സർട്ടൻ ബിൽഡ് ക്വാളിറ്റി. എനിക്ക് ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ബിൽഡെന്ന് എനിക്ക് പറയാൻ ഇല്ല. പക്ഷേ അങ്ങനെ ഇന്നേ വരെ അങ്ങനെ കയ്യിൽ നിന്ന് മറിഞ്ഞിട്ടൊന്നുമില്ല. ഒരിക്കൽ മറിഞ്ഞു, ഞാൻ ഒരിക്കൽ യൂ ടേൺ ചെയ്യുന്ന സമയത്ത് ബൈക്കൊന്ന് ഓഫായി, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മറിഞ്ഞ സമയത്ത് ഈ ഒരു ക്രാഷ് കാർ പ്രൊട്ടക്റ്റ് ചെയ്തു. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി, ഈ ഒരു ഭാഗത്തല്ല, ആ സൈഡാണ് മറിഞ്ഞത്. അപ്പുറത്താണ്, ആ സൈഡാണ് ചെറുതായിട്ട് സ്ക്രാച്ചായത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചായി. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, ഇന്നേവരെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു മറിഞ്ഞ സമയത്ത്. വേറെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് പാർട്സാണ് ഇതിൽ വരുന്നത്, ഫൈബർ പാർട്സാണ് വരുന്നത്. സോ ലെറ്റ് us കൺക്ലൂഡ് ദിസ് വീഡിയോ. ഈ ബൈക്ക് ആരൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണ്, നിങ്ങൾക്കധികം പവറൊന്നും വേണ്ട, നിങ്ങൾക്കൊരു നോർമൽ യൂസാണ്, സിറ്റി യൂസാണ്, പിന്നെ അതേപോലെ തന്നെ ഒക്കേഷണൽ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ അധികം ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള പവറോ കാര്യങ്ങളോ ഡ്യൂക്ക് മാതിരിയുള്ള പവറോ അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ ലീനിയർ പവറാണ് ഇതിൽ വരുന്നത്, അധികം പവറൊന്നും വരുന്നില്ല. അറൗണ്ട് 18 bhp ആണ് പവർ വരുന്നത്. ഇനി അല്ല, നിങ്ങൾക്ക് കുറേയും കൂടെ ബെറ്റർ പവർ വേണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ദി RTR 200 4V. അത് കുറേയും കൂടി ഇതിനേക്കാൾ ഒരു 2 bhp അറൗണ്ട് അധികം കൂടുതലാണ്. സോ ദാറ്റ് യു ക്യാൻ സെലക്ട് ദാറ്റ് വൺ. ഓക്കെ, പിന്നെ ഇതിൽ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ
റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. റെയിൻ അർബൻ സ്പോർട്സ് മോഡ് വരുന്നുണ്ട് ഫോർ ഡിഫറൻസ് ഇൻ സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ എവറിത്തിങ്. പിന്നെ അതേപോലെ തന്നെ LED യൂണിറ്റ് ഹെഡ് ലാംപ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് സിംഗിൾ ചാനൽ ABS. അത് മാത്രം ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാം. അറ്റ്ലീസ്റ്റ് ബാക്കിൽ ഒരു ഡിസ്ക് കൊടുക്കാമായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞൊരു വീഡിയോയിൽ ബാക്കിൽ ഡിസ്കായിട്ട് ഓപ്ഷണലായിട്ട് കൊടുക്കാമായിരുന്നു അവർ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നെവർ മൈൻഡ്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ടെയിൽ ലൈറ്റ്, പിന്നെ അതേപോലെ എ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യു ക്യാൻ ബൈ ദിസ് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് എനി ഡൗട്ട്. ശരിക്കും ഇറ്റ്സ് റിയലി അമേസിങ് ലുക്ക് ആൻഡ് അറ്റ് ദി സെയിം ടൈം നല്ല ആക്സിലറേഷൻ വരുന്നുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് വിത്തൗട്ട് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാം RTFI എന്നൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇതിൽ കാണാം, വിച്ച് മീൻസ് റേസ് ട്യൂൺഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നാണ് TVS ഇതിനെ അവകാശപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്പ്ലിറ്റ് സീറ്റ് അല്ല വരുന്നത്, നോർമൽ സീറ്റാണ് വരുന്നത്. ഇഫ് യു വാണ്ട് സ്പ്ലിറ്റ് സീറ്റ് യു ക്യാൻ ഗോ ഫോർ ദി RTR 200 4V ഓർ Duke 160 ഓർ Duke 200 സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ആൻഡ് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബിക്കോസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സമയമില്ലാത്തവിടെ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ, ഓട്ടോമൊബൈൽ കണ്ടൻറ്റ്സ്. പിന്നെ അതേപോലെ തന്നെ കുറേ ബൈക്ക് എന്തൂസിയാസ്റ്റ്, കാർ എന്തൂസിയാസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ പേഴ്സണൽ ഇഷ്ടം കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ടും കാര്യങ്ങളും ഹാർഡ് വർക്കൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ you should understand all those things and please try to support my YouTube channels and contents. Okay, thank you for watching my video and we will see in the next video. Until then, bye.